ഇനി പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ യു ഹാവ് ടു കൺസിഡർ വേരിയസ് ഫാക്ടേഴ്സ്. അതായത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്, മാനുഫാക്ചർ, ഡിസൈൻ ഫോർ മാനുഫാക്ചർ, മെറ്റീരിയൽ റിക്വയർമെൻറ്റ്, ഇതിനുപയോഗിക്കുന്ന വർക്ക് മെത്തേഡ് ആൻഡ് എക്യുപ്മെൻറ്റ്, പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിള്, ഇതിന് യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നോളജി, റീമാനുഫാക്ചറിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്യാനായിട്ട്. അൾട്ടിമേറ്റ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഡിസൈൻഡ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ടു ദ കൺസ്യൂമേഴ്സ്. അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം, അവർക്ക് ആ പ്രോഡക്റ്റിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, ഡ്യൂറബിൾ ആണ്, ക്വാളിറ്റി ഉണ്ട്, നന്നായി പെർഫോം ചെയ്യും എന്നുള്ള രീതിയിൽ. സോ യുവർ പ്രോഡക്റ്റ് ഡിസൈൻ ഈ കാര്യങ്ങളാണ് ഇനി ആദ്യമേ കൺസിഡർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ ഡിസൈൻ ഫോർ മാനുഫാക്ചർ. അപ്പൊ ഇങ്ങനെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, they also need to consider how easy or difficult is it to manufacture the product. പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ എത്ര എളുപ്പമാണ്. A company may have big ideas, വലിയ ഐഡിയാസ് ഉണ്ടാവും, ബട്ട് ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ഓർ ടു കോസ്റ്റ്ലി. ഈ ഐഡിയാസ് ഉണ്ടായിട്ട് കാര്യമില്ല, മാനുഫാക്ചർ ചെയ്ത് എടുക്കാൻ പറ്റണം. അപ്പോൾ ഡിസൈൻ ഫോർ മാനുഫാക്ചർ ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് ഗൈഡ് ലൈൻസ് ദാറ്റ് വി ഷുഡ് ഫോളോ ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് ഈസിലി ആൻഡ് പ്രോഫിറ്റബിളി. സാമാന്യം പ്രശ്നമില്ലാതെ എളുപ്പത്തിൽ ലാഭത്തിന്. ഇപ്പൊ 1 കോടി ചെലവാക്കി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത്രയും മുടക്ക് മുതൽ തിരിച്ചു കിട്ടി പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് എത്ര ഐഡിയ ആണെന്ന് പറഞ്ഞാലും നമുക്കത് പ്രാക്ടിക്കലി നടത്തിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ ഡിസൈൻ സിംപ്ലിഫിക്കേഷനും ഡിസൈൻ സ്റ്റാൻഡർഡൈസേഷനും. അപ്പൊ പാർട്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ് പരമാവധി റെഡ്യൂസ് ചെയ്യാം. അപ്പൊ കോസ്റ്റ് കുറയാനും ക്വാളിറ്റി കൂട്ടാനൊക്കെ യു വാണ്ട് ടു സിംപ്ലിഫൈ ദ ഡിസൈൻ. ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ, കുറെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്റർചേഞ്ചബിൾ പാർട്സ് ഉണ്ടാവുക, ഗ്രേറ്റർ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് വിത്ത് ലെസ് ഇൻവെന്ററി, ലോവർ കോസ്റ്റ് ആൻഡ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ട് യു ഹാവ് ടു സ്റ്റാൻഡർഡൈസ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഡിസൈൻ ഫോർ മാനുഫാക്ചർ ആവുന്നത്. ഇനി മെറ്റീരിയൽ റിക്വയർമെന്റ്, നേച്ചർ ആൻഡ് ക്വാളിറ്റി ഓഫ് ദ മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ലോകത്തൊന്നും കിട്ടാത്തൊരു മെറ്റീരിയൽ കൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചാൽ പറ്റുമോ? സോ യുവർ മെറ്റീരിയൽ ഷുഡ് ബി റെഡിലി അവൈലബിൾ. പിന്നെ ഈ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റിനെ കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡും എക്യുപ്മെന്റും ഉണ്ടാവണം. ഇന്നൊരു ടെക്നോളജി സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്. നോർമൽ അപ്പൊ അത്രയും വർഷങ്ങളൊക്കെ എടുത്ത് ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ പ്രോഡക്റ്റിന്റെ ആവശ്യം പോയിട്ടുണ്ടാവും. സോ നിലവിലുള്ള എക്യുപ്മെന്റും ഫെസിലിറ്റീസും ഉപയോഗിച്ച് തന്നെ വർക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. നമുക്കറിയാം എല്ലാ പ്രോഡക്റ്റിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, മെച്യൂരിറ്റി ഉണ്ട്, ഡിക്ലൈൻ ഉണ്ട്. മിക്കപ്പോഴും ഇൻട്രൊഡക്ടറി സ്റ്റേജിൽ പ്രോഡക്റ്റ് വെൽ ഡിഫൈൻഡ് അല്ല, ഡിഫക്ട്സ് ഹാവ് നോട്ട് ബീൻ വർക്ക്ഡ് ഔട്ട്, കസ്റ്റമേഴ്സ് അൺസേർട്ടൺ ആണ് പ്രോഡക്റ്റിനെ. ഗ്രോത്ത് സ്റ്റേജിലാണ് അത് മാർക്കറ്റിൽ ഹോൾഡ് ഉണ്ടായിട്ട് നമുക്ക് ലാഭം തരും. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി ആണ്. അപ്പൊ ഡിമാൻഡ് ഒരു സ്റ്റാഗ്നന്റ് ആവും. പിന്നെ നമ്മൾ അവിടെ കൂടുതൽ ഡിസൈനിൽ ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. സോ പിന്നെ അത് കഴിഞ്ഞാൽ അതങ്ങനെ സാച്ചുറേഷനിൽ എത്ര കാലം പോകും എന്നുള്ളതാണ്. ആ മെച്യൂരിറ്റി എത്തി, ആ സാച്ചുറേഷൻ എത്തി, ചിലപ്പോൾ അല്ലറ ചില്ലറ ഇന്നോവേഷൻസും ഡിസൈനിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വെച്ച് അങ്ങനെ പോകും. പ്രോഡക്റ്റിന്റെ നേച്ചർ അനുസരിച്ച് ഇപ്പൊ ടൂത്ത് പേസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മാറ്റി ഇതിൽ കരയാമ്പൂ ഉണ്ട്, അല്ലെങ്കിൽ ഇത് ആയുർവേദിക് ആണ്, ഇത് ഹെർബൽ ആണെന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ് പോലത്തെ ഹൈലി ടെക്നോളജി ആണെങ്കിൽ ഈ സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ടെക്നോളജി മാറ്റാതെയും മൊത്തം പ്രോഡക്റ്റ് ഡിസൈൻ മാറ്റാതെയും ചിലപ്പോൾ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അടുത്ത ആ ഡിക്ലൈനിലേക്ക് പോകും. സോ എത്ര കാലം സാച്ചുറേഷനിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രോഡക്റ്റ് ഡിസൈനിന്റെ ലൈഫ് സൈക്കിൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്. കൺകറന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അപ്രോച്ച് ദാറ്റ് ബ്രിങ്സ് മെനി പീപ്പിൾ ടുഗദർ ഇൻ ദ ഏർലി ഫേസ് ഓഫ് പ്രോഡക്റ്റ് ഡിസൈൻ.
in order to simultaneously design the product and process. This type of approach has been found to achieve a smooth transition from the design stage to actual production. അതായത് പ്രോഡക്റ്റ് ഡിസൈനിങ്ങും പ്രോസസ്സ് ഡെവലപ്മെന്റും പാരലലി നടക്കുക. അതാണ് കൺകറന്റ് എഞ്ചിനീയറിംഗ്. കാരണം ഡിസൈൻ ഉണ്ടാക്കിയിട്ട് അവിടെ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. അതിനൊരു പ്രോഡക്റ്റ് ആയിട്ട് ആക്ച്വൽ പ്രൊഡക്ഷൻ നടക്കണം. സോ പ്രോസസ്സിന്റെ ഡെവലപ്മെന്റും അതിനൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി വേണം. അപ്പൊ പ്രോഡക്റ്റ് ഡിസൈനും പ്രോസസ് ഡിസൈനും അല്ലെങ്കിൽ പ്രോസസ് ഡെവലപ്മെന്റും പാരലലി കൺകറന്റ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്താണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഡിസൈൻ അവസാനിക്കുന്നിടത്ത് തൊട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും. അല്ലാതെ പണ്ടത്തെ അപ്രോച്ച് പോലെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനാക്കി പിന്നെ പ്രോസസ്സ് നോക്കി അത് തീരുമാനാക്കി അപ്പൊ ഈ പ്രോസസ്സ് അത്രയും പെർഫെക്റ്റ് അല്ല, ഈ പ്രോഡക്റ്റ് അത്രയും മാച്ചിങ് അല്ല, ഈ പ്രോസസ്സിന് ഒന്നെങ്കിൽ പ്രോഡക്റ്റ് മാറ്റണം അല്ലെങ്കിൽ പ്രോസസ്സ് മാറ്റണം, അങ്ങനെ ആകെ കൺഫ്യൂഷൻസ്. പക്ഷെ വെൻ ദിസ് ഗോസ് പാരലലി ഒബിയസ്ലി ഇത് അപ്പം തന്നെ ട്രയൽ വെച്ചിട്ട് തിങ്സ് ഗെറ്റ് സോർട്ടഡ് ഔട്ട് ഈസിലി. And remanufacturing. So this is a concept that has been gaining increasing importance because our society is becoming more environmental conscious and focus on recycling and eliminating the waste. അപ്പോൾ ആ തരത്തിലേക്ക് റീമാനുഫാക്ചറിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരെ പഴയ പ്രോഡക്റ്റിന്റെ കമ്പണൻസ് യൂസ് ചെയ്തിട്ട് പുതിയത് ഉണ്ടാക്കുക. സോ എൻവിറോൺമെന്റൽ ബെനിഫിറ്റ്സ് ആണ്, സിഗ്നിഫിക്കന്റ് കോസ്റ്റ് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അപ്പോൾ പലപ്പോഴും കമ്പ്യൂട്ടർ, ടെലിവിഷൻ, ഓട്ടോമൊബൈൽസിനൊക്കെ ഇത്തരം റീമാനുഫാക്ചറിങ് പോസിബിൾ ആണ്. അപ്പൊ ഇത്തരം ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അൾട്ടിമേറ്റ്ലി വി ഹാവ് ടു ഗോ ഫോർ എ പ്രോഡക്റ്റ് ഡിസൈൻ. സോ ഇനി നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്മെന്റും പ്രോഡക്റ്റ് ഡിസൈനും രണ്ടും നോക്കി ബേസിക്കലി ഇതിന്റെ ഡിഫറൻസ് എന്താണെന്നൊന്ന് നോക്കാം. ഓൾമോസ്റ്റ് സ്റ്റേജസ് ഒക്കെ സെയിം തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരരുത്. സോ വിൽ സീ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് പ്രോഡക്റ്റ് ഡിസൈൻ. സോ ഡെഫിനിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം മാർക്കറ്റ് അനാലിസിസ് ആൻഡ് ഗോസ് അപ് ടു ഫൈനൽ പ്രോഡക്റ്റ് ലോഞ്ച്. ഒരു പ്രോഡക്റ്റിന്റെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിളും ഇൻക്ലൂഡഡ് ആണ് സത്യം പറഞ്ഞാൽ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്. പക്ഷെ ഡിസൈൻ പറഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്തെടുക്കുന്ന ആ ഒരു സ്മോൾ പോർഷൻ മാത്രമേ ഉള്ളൂ. ഇനി പ്രോഡക്റ്റ് ഡെവലപ്പർ ആണ് ആ എൻറ്റയർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് സൂപ്പർവൈസ് ചെയ്യുക. പ്രോഡക്റ്റ് ഡിസൈനർക്ക് അതില്ല. പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക, അപ്രൂവൽ വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ പ്രോഡക്റ്റ് ഡെവലപ്പർ ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യുക. ഇനി മാർക്കറ്റിംഗ്, ഫിനാൻസ്, സെയിൽസ്, ലോജിസ്റ്റിക്സ് എല്ലാം പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ ടേംസിലാണ് ഡിസിഷൻസ് വരിക. ഡിസൈൻ എന്ന് പറയുമ്പോൾ ആ ഡിസൈൻ കംപ്ലീറ്റ് ആക്കിയിട്ട് അപ്രൂവൽ വാങ്ങിക്കുക ഓഫീസേഴ്സിന്റെ അടുത്ത്, അത്രേ വരുന്നുള്ളൂ. പ്രോട്ടോടൈപ്പ് ഇവാലുവേറ്റ് ചെയ്യുക ഡെവലപ്പറാണ്. അത് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കൽ മാത്രമേ ഒരു പ്രോഡക്റ്റ് ഡിസൈനർക്ക് അധികാരമുള്ളൂ. പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ടീമിൽ ഡിസൈനേഴ്സും മാനുഫാക്ചറേഴ്സും മാർക്കറ്റിംഗ് സ്റ്റാഫ്, എഞ്ചിനീയേഴ്സ്, സെയിൽസ് സ്റ്റാഫ്സ് എല്ലാം ഉണ്ട്. പക്ഷെ ഡിസൈൻ ടീമിലാണെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫ്, ഈ ഇല്ലസ്ട്രേറ്റേഴ്സ്, UX ഡിസൈനേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഡിസൈനിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രോഡക്റ്റ് ഡിസൈൻ സത്യം പറഞ്ഞാൽ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ ഒരു ചെറിയ പോർഷൻ പോലെയാണ്. പക്ഷെ രണ്ടിന്റെയും സ്റ്റേജസ് ഏകദേശം സെയിം തന്നെയാണ്. രണ്ടും അൾട്ടിമേറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കലിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ വൺ ഈസ് എക്സ്ക്ലൂസീവ്ലി റിലേറ്റിംഗ് ടു ദ ഡിസൈനിങ്, ദ അതർ ഈസ് റിഗാർഡിംഗ് ടു ദ ഡെവലപ്മെന്റ് ആൻഡ് ലോഞ്ചിങ് ഓഫ് ദ പ്രോഡക്റ്റ് എന്നുള്ളതാണ് അതിന്റെ ബേസിക് ഡിഫറൻസ്. ഇനി പ്രോസസ് സെലക്ഷൻ ആണ് അടുത്തത്. അതും ഫെസിലിറ്റി പ്ലാനിങ്ങിൽ വരുന്ന മൂന്നാമത്തതാണ്. പ്രോഡക്റ്റ് ഡിസൈനിങ്ങും ഡെവലപ്മെന്റും കഴിഞ്ഞു. ഇനി ഈ പ്രോഡക്റ്റിനെ ഈ ഡിസൈൻ ചെയ്ത രീതിയിൽ ഈ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തിട്ട് യു വിൽ ഹാവ് ടു അതൊരു ഫൈനൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രോസസ്സ് വേണ്ടേ. സോ പ്രോസസ് സെലക്ഷൻ റെഫേഴ്സ് ടു ദ വേ ആൻ ഓർഗനൈസേഷൻ ചൂസസ് ടു പ്രൊഡ്യൂസ് ഇറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസ്.
ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ഗുഡ്സിനെയും സർവീസസിനെയും ഏത് രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് പ്രോസസ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ. അത് സെലക്ഷൻ ഓഫ് ടെക്നോളജി, കപ്പാസിറ്റി പ്ലാനിങ്, ഫെസിലിറ്റീസിൻ്റെ ലേഔട്ട്, വർക്ക് സിസ്റ്റത്തിൻ്റെ ഡിസൈന്, ഇതൊക്കെ ആക്ച്വലി എന്താണ്? പ്രോസസ് സെലക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് എ നാച്ചുറൽ എക്സ്റ്റൻഷൻ ആഫ്റ്റർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആർ ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ്. പ്രോഡക്റ്റും സർവീസും ഡിസൈനും ഡെവലപ്പും ചെയ്താൽ പിന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ആക്ച്വലി പ്രോസസ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ചൂസ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് ആണ് ചോയ്സ്, ഇതൊക്കെ എല്ലാം വരുന്നുണ്ട്. ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി ഓർഗനൈസേഷന് ഒരു സേഫ് ആൻഡ് റിലയബിൾ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഒരു പ്രാക്ടിക്കൽ ഡിസൈൻ ആൻഡ് കപ്പാസിറ്റി പ്ലാനിലൂടെ കൊടുക്കാൻ സഹായിക്കുന്നത് ആക്ച്വലി ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് സെലക്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾ എത്ര ഭംഗിയിൽ പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്താലും, എത്ര പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആ ഫൈനൽ ലോഞ്ച് വരെ നമ്മൾ എത്ര ഭംഗിയിൽ കൊണ്ടുവന്നാലും, ആ ടെക്നോളജി യൂസ് ചെയ്തതും നമ്മുടെ കപ്പാസിറ്റി പ്ലാനിങ്ങോ നമ്മളുടെ ഫെസിലിറ്റീസിന്റെ ലേഔട്ടോ ടെക്നോളജി സെലക്റ്റഡോ ഒന്നും ശരിയായില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇഫക്റ്റീവായിട്ട് നമുക്ക് ഫലത്തിൽ കിട്ടിയെന്ന് വരില്ല. സോ അതാണ് ആക്ച്വലി നമ്മൾക്ക് പ്രോസസ് സെലക്ഷന്റെ റെലവൻസ് എന്ന്. സോ ദിസ് ഇസ് വേർ ദ പ്രോസസ് സെലക്ഷൻ ബിക്കംസ് ഹൈലി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ദിസ് ഇസ് വേർ ദ പ്രോസസ് സെലക്ഷൻ ബിക്കംസ് ഹൈലി റെലവൻറ്റ് എന്നാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഓക്കെ, പ്രോസസ് സെലക്ഷനിൽ ആ പ്രോസസ് സെലക്ഷൻ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷൻ എടുക്കുന്ന 3 ഡിസിഷൻസ് ഉണ്ട്. ഒന്ന് മേക്ക് ഓർ ബൈ ഡിസിഷൻ ആണ്. അതായത് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ആൻ ഓർഗനൈസേഷൻ വിൽ പ്രൊഡ്യൂസ് ഗുഡ്സ്, എത്രത്തോളം ഗുഡ്സ് ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ദ റിലേ ഓൺ ആൻ ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ ടു പ്രൊഡ്യൂസ് ഓർ പ്രൊവൈഡ് ദം. നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. ആ കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ തന്നെത്താനും ഉണ്ടാക്കിയെടുക്കും, അതല്ല മറ്റുള്ളിടത്തു നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത് നമ്മൾ അസംബിൾ ചെയ്യാനോ. സോ വാട്ട് ഈസ് യുവർ ഡിസിഷൻ? വെദർ യു ആർ പ്ലാനിങ് ടു മേക്ക് ഈച്ച് ആൻഡ് എവറി ഐറ്റം, അല്ലറ ചില്ലറ സ്പെയർ പാർട്സും ബാക്കി കാര്യങ്ങളും അല്ലാതെ കോറായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാനാണോ, അതല്ല മറ്റുള്ളവർ അത് പ്രൊവൈഡ് ചെയ്ത് തരും എന്നാണോ നമ്മൾ തീരുമാനിക്കുന്നത്? ക്യാപിറ്റൽ ഇന്റൻസിറ്റി, എത്ര എക്യുപ്മെന്റ് ആൻഡ് ലേബർ, എത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരും എത്രത്തോളം എക്യുപ്മെന്റും ആവശ്യമാണ്. ഇനി പ്രോസസ് ഫ്ലെക്സിബിലിറ്റി, ഡിഗ്രി ടു വിച്ച് ദ സിസ്റ്റം ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു ചേഞ്ചസ് ഇൻ പ്രോസസ്സിംഗ് റിക്വയർമെന്റ്. പ്രോസസ്സിംഗ് റിക്വയർമെന്റിൽ മാറ്റം വരുമ്പോൾ എത്രത്തോളം നമ്മുടെ പ്രോഡക്റ്റിന്റെയോ സർവീസിന്റെയോ ഡിസൈനിൽ മാറ്റം വരുമ്പോൾ, വോളിയം ഓഫ് പ്രൊഡക്ഷൻ വരുമ്പോൾ, ചേഞ്ചസ് ഇൻ ടെക്നോളജി ഒക്കെ വരുമ്പോൾ എത്ര കണ്ട് നമ്മുടെ പ്രോസസ്സിന് ഫ്ലെക്സിബിൾ ആകാൻ പറ്റുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പ്രോസസ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു പ്രോസസ് സെലക്ഷൻ സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതായത് വെതറിപ്പം നമ്മൾ കല്യാൺ സിൽക്കിന്റെ ഏതിന്റെ ഒരു പരസ്യത്തിൽ കേട്ടിട്ടുണ്ട്, സ്വന്തം നെയ്ത്തുശാലയിൽ നെയ്തെടുത്ത നൂലുകൊണ്ട് ഉണ്ടാക്കിയ സാരി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ആ നെയ്തെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം. ഇപ്പൊ ചില കമ്പനി ഉണ്ട്, ഇപ്പൊ പേപ്പർ ഇൻഡസ്ട്രി, അവര് റോ മെറ്റീരിയൽസ് ചില വുഡൊക്കെ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിട്ട് വുഡിൽ നിന്നാണല്ലോ പേപ്പർ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ അതിന് വേണ്ട മരങ്ങള് സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കുന്നതുണ്ട്. പിന്നെ നമ്മളിപ്പോ നിസാരം ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അവരുടെ തന്നെ കൃഷി ചെയ്തെടുത്ത വിഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ആൾക്കാരെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ. സോ അതൊക്കെയാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ. ആവശ്യം വേണ്ട ഇപ്പൊ ഒരു സ്ക്രൂവും ചെറിയ ചെറിയ അസംബ്ലി പാർട്സും എല്ലാം ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് കുറെയൊക്കെ സപ്ലയേഴ്സ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ കോർ റോ മെറ്റീരിയലിന്റെ ഡെവലപ്മെന്റ് നമ്മൾ മേടിക്കുകയാണോ, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണോ, വാട്ട് ഇസ് ഇറ്റ്? പിന്നെ അതുപോലെ നമ്മൾ എത്രത്തോളം കപ്പാസിറ്റി ഉള്ള മെഷീൻസ് ആവശ്യമാണ്, എത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് വേണം, അൺസ്കിൽഡ് ആയിട്ടുള്ളത്. സോ വാട്ട് ഇസ് ദാറ്റ് മിക്സ്? ഈ ആൾക്കാരാണോ കൂടുതൽ, അത് ഓട്ടോമേഷൻ ആണോ, മെഷീൻസ് ആണോ കൂടുതൽ, ആൾക്കാരോ, അതാണോ, രണ്ടും ഒരുപോലെയാണ്. സോ വാട്ട് ഇസ് ദാറ്റ് മിക്സ്? ഇനി നമുക്കറിയാം
ഡിമാൻഡിൽ മാറ്റം വരാം. അപ്പൊ അതനുസരിച്ച് പ്രൊഡക്ഷൻ വോളിയം കൂട്ടേണ്ടി വരാം അല്ലെങ്കിൽ കുറയ്ക്കേണ്ടി വരാം. നമ്മൾ ഇപ്പൊ നിലവിലുള്ള ടെക്നോളജിനെക്കാട്ടിലും പുതിയൊരു ടെക്നോളജി വന്നാൽ ചിലപ്പോൾ അതാണ് കൂടുതൽ നല്ലതെങ്കിൽ നമുക്ക് ആ ടെക്നോളജി തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരാം. പിന്നെ പ്രോഡക്റ്റും സർവീസും പോലും ചില സമയത്ത് ചേഞ്ചസിന് വിഷയമായിട്ട് വരാം. സോ ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ നമ്മുടെ പ്രോസസ്സിന്? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുക. അതൊക്കെയാണ് ഓർഗനൈസേഷന്റെ സെലക്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ബേസിലാണ് നമ്മൾ പലതരത്തിലുള്ള പ്രോസസ്സിൽ ഏത് പ്രോസസ്സ് വേണമെന്ന് അൾട്ടിമേറ്റ്ലി ഡിസൈഡ് ചെയ്യുന്നത്. ക്ലിയർ? ഇതിന്റെയൊക്കെ ബേസിൽ പലതരത്തിലുള്ള പ്രോസസ്സുകളുണ്ട്. അത് ഓരോ പ്രോസസ്സും എന്താണ് എന്ന് നമുക്ക് നെക്സ്റ്റ് വരുന്ന സ്ലൈഡ്സിൽ നോക്കാം. പക്ഷെ തൽക്കാലം മനസ്സിലാക്കി വെക്കുക, ഇന്റർമിറ്റന്റ് ഓപ്പറേഷൻസ് ഉണ്ട്, കണ്ടിന്യൂസ് ഓപ്പറേഷൻസ് ഉണ്ട്. ഇതാണ് ബേസിക്കലി രണ്ട് തരത്തിലുള്ളത്. ABC എന്നുള്ളതാണ് കണ്ടിന്യൂസ്, ബാച്ച് പ്രൊഡക്ഷൻ എന്ന് കാണിക്കുന്നതാണ് ഇന്റർമിറ്റന്റ്. അപ്പൊ ഇതിലൊക്കെ ഏതാണ് നമ്മളുടെ ഏത് പ്രോസസ്സാണ്, ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന സെഷൻസിൽ നോക്കാം. സോ കറന്റ്ലി ഇത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക.